നമസ്കാരം. സ്പീഡ് ന്യൂസ്. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താനും പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും സുരേഷ് ഗോപി. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചുവെന്നും സുനിൽകുമാർ. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. 3 കടകൾക്ക് തീപിടിച്ചു. അബ്ദുൾ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള അസീസ് ഫുഡ് ഫെയർ, മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ടിപ് ടോപ്പ് ഫാൻസി കട, അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള തുണിക്കട എന്നിവയാണ് കത്തി നശിച്ചത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തി നശിച്ചു. പാടശേഖരത്തിൽ അഗ്നിബാധയുണ്ടായതിനെ തുടർന്ന് തീറ്റപ്പുൽ കൃഷിയിലേക്ക് തീ പടരുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. UDF കാട്ടൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. UDF തൃശൂർ ജില്ലാ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മേത്തല കീഴ്ത്തളിയിൽ ഭാരത് അരി വിതരണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് എത്തി അരി വിതരണം തടഞ്ഞു. ഭാരത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ അരി വിതരണം പുനരാരംഭിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ നിന്ന് പുന്നക്കുരു ബസാറിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഉത്സവാഘോഷങ്ങളുടെ അന്തരീക്ഷങ്ങൾക്കനുസൃതമായി എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം അവലോകന യോഗം അഭിപ്രായപ്പെട്ടു. നിലവിലെ നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെ യോഗം സ്വാഗതം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഡയറക്ടറായി സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ P. നാരായണൻ നമ്പൂതിരി ചുമതലയേറ്റു. കോഴിക്കോട് സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവിയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെക്കങ്കര വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ മണ്ഡലം സെക്രട്ടറി PN ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ ക്ഷേമനിധി അംഗങ്ങൾക്ക് യഥാസമയം ആനുകൂല്യങ്ങൾ നൽകുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് തൃശൂർ ജില്ലാ ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് മസ്ദൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി CK പ്രദീപ് ആവശ്യപ്പെട്ടു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിൻഡോ ചൂണ്ടൽ മുഖ്യ കാർമ്മികനായി. ഗുരുവായൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. ഇരിങ്ങപ്പുറം കൃഷ്ണപിള്ള നഗറിൽ കളത്തിൽ 52 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപിതാവിന്റെ ഓർമ്മ തിരുനാൾ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജെറിൻ തട്ടിൽ, ഫാദർ സിജോ മുരിങ്ങത്തേരി, ഫാദർ ആന്റണി അമ്മുത്താൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വന്യജീവികൾക്കായി വനത്തിനകത്ത് നിർമ്മിച്ച തടയണ വറ്റിവരണ്ടു. വെള്ളിക്കുളങ്ങര വനത്തിൽ നിന്ന് കോർമല ഭാഗത്തേക്ക് ഒഴുകുന്ന നീർച്ചോലയിൽ സ്ഥാപിച്ച തടയണയാണ് വറ്റിവരണ്ടത്. ചിറ്റാട്ടുകര സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ശാക്തീകരണം ലക്ഷ്യമിട്ട് കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സന്യാസി സംഗമം സംഘടിപ്പിക്കും. ഞായറാഴ്ച നടക്കുന്ന സംഗമത്തിൽ സംസ്ഥാനത്തെ 400-ലധികം സന്യാസിമാർ പങ്കെടുക്കും. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് 8ാം വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി ജോയ്, സെക്രട്ടറി ജോസ് നെറ്റിക്കാടൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
പതിയാരം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ ഊട്ട് തിരുനാളിന് തുടക്കമായി. ദിവ്യബലിക്ക് വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായി. നാളെയാണ് തിരുനാൾ. ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. UDF മുണ്ടത്തിക്കോട് മണ്ഡലം കൺവെൻഷൻ കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ വിൻസെന്റ് ഡി പോൾ ആശുപത്രിക്ക് ഡയാലിസിസിനുള്ള തുക കൈമാറി. കുട്ടനെല്ലൂർ മൾട്ടിപർപ്പസ് ബാങ്ക് പ്രസിഡന്റ് TV ചന്ദ്രനാണ് ഭാര്യയുടെ ചരമവാർഷിക ദിനത്തിൽ ഡയാലിസിസിനുള്ള തുക കൈമാറിയത്. കൂർക്കഞ്ചേരിയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സ്ത്രീയുടെ 3 പവന്റെ മാല കവർന്നു. എലുവത്തിങ്കൽ നന്ദനം വീട്ടിൽ സനലന്റെ ഭാര്യ സ്വപ്നയുടെ മാലയാണ് മോഷണം പോയത്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു. 2, 4, 6, 8 ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. പട്ടികജാതി ക്ഷേമസമിതി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെങ്കിടങ്ങിൽ നടന്നു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളായ കോടാലി SYS, SKSSF എന്നിവ സംയുക്തമായി റമദാൻ റിലീഫ് വിതരണം നടത്തി. കോടാലി മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ചുമ്മാറിന്റെ നിര്യാണത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് പൗരാവലി അനുസ്മരണ സമ്മേളനം നടത്തി. കാട്ടകമ്പൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. ഭാഗവത സപ്താഹ യജ്ഞത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഈ മാസം 26-നാണ് പ്രതിഷ്ഠാദിനം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ചൊവ്വാഴ്ച ആചരിക്കും. ദിവ്യബലിക്ക് ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഏകീകൃത കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കോർഡിനേഷൻ കമ്മിറ്റി. 27-ന് അങ്കമാലിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിശ്വാസ സംഗമ റാലി സംഘടിപ്പിക്കും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.